Good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആയിരുന്നു. പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് റേഷ്യോയും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും ഓപ്പറേറ്റിംഗ് റേഷ്യോയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: നെറ്റ് സെയിൽസ് നമ്മുടെ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദെൻ അതിൽ നിന്ന് എന്താ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. വേറൊരു ഇക്വേഷനാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള വേറൊരു ഇക്വേഷനാണ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള നെറ്റ് സെയിൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. വേറൊരു ഇക്വേഷനാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അടുത്താണ് എക്സ്പെൻസസ് റേഷ്യോ. Expenses ratio expressed the relationship between various expenses to net sales. എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ വരയ്ക്കുമ്പോൾ വരുന്ന ഡിഫറെൻറ്റ് എക്സ്പെൻസസ് ഇല്ലേ, ആ എക്സ്പെൻസസ് അതും നെറ്റ് സെയിൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്താ എക്സ്പെൻസസ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്പെൻസസ് റേഷ്യോയിൽ ഒത്തിരി എക്സ്പെൻസസ് റേഷ്യോ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എക്സ്പെൻസസ് റേഷ്യോ ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് റേഷ്യോ. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽസും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സൂചിപ്പിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതിനടുത്തത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് റേഷ്യോ. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അടുത്തത് ഫാക്ടറി എക്സ്പെൻസസ് റേഷ്യോ ആണ്. ഫാക്ടറി എക്സ്പെൻസസ് റേഷ്യോ ഇതിൽ ഫാക്ടറി എക്സ്പെൻസസ് നെറ്റ് സെയിൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സൂചിപ്പിക്കുന്നത്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഫാക്ടറി എക്സ്പെൻസസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതുപോലെ തന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് റേഷ്യോ, ഇവിടെയും അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഓഫീസ് ആൻഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അടുത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് റേഷ്യോ ആണ്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ എക്സ്പെൻസസ് റേഷ്യോയിൽ ഡിഫറെൻറ്റ് എക്സ്പെൻസസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് എക്സ്പെൻസസ് നെറ്റ് സെയിൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സൂചിപ്പിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഏത് എക്സ്പെൻസസ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ എക്സ്പെൻസസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും എക്സ്പെൻസസ് റേഷ്യോയുമാണ്. ദെൻ നമുക്കിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ അസർടെയിൻ ദ operating profit ratio. Ascertaining operating profit ratio: sales less return 8 lakhs, cost of goods sold 5,60,000, administration expenses 50,000, selling expenses 30,000, interest 40,000, profit on sale of plant 15,000, provision for tax action 20,000. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം: ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ദെൻ സെയിൽസ് ഒക്കെ നോക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 lakhs ആണ്. നെറ്റ് സെയിൽസ് ആണ് വേണ്ടത്. തന്നിരിക്കുന്ന സെയിൽസ് ലെസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് ആണ് അല്ലേ? സെയിൽസ് ലെസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് ആണ്.
അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. സെയിൽസ് എടുത്തു, സെയിൽസ് 8 lakhs. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000. 8 lakhs മൈനസ് 5,60,000. നമുക്ക് എന്താ വേണ്ടത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, അതുപോലെ തന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഇത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നതെന്ന്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് വരുന്നുണ്ട്, സെല്ലിംഗ് എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ കുറയ്ക്കണം. നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. സെയിൽസ് 8 lakhs, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ലേ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താ? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 5 lakhs, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 30,000. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 50,000, സെല്ലിംഗ് എക്സ്പെൻസസ് 30,000. അപ്പം ഇതും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,60,000. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 1,60,000. നെറ്റ് സെയിൽസ് പറഞ്ഞാൽ സെയിൽസ് ലെസ് റിട്ടേൺ ആണ്, 8 lakhs ആണ്. അപ്പം 1,60,000 ഡിവൈഡ് ബൈ 8 lakhs ഇൻറ്റു 100, ദാറ്റ് ഈസ് 20%. ഇങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്.